നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അടുത്ത ദശകത്തോടെ സെൻസെക്സ് 3 ലക്ഷം നിലവാരത്തിലേക്ക് എത്തുമെന്ന് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. നിഫ്റ്റിയുടെ ലക്ഷ്യം 88,700 നിലവാരമെന്നും റിപ്പോർട്ട്. ഒക്ടോബറിൽ രാജ്യത്തെ വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തിയതായ റിപ്പോർട്ട്. രൂപയുടെ മൂല്യത്തിന് സമ്മർദ്ദ സാധ്യതയെന്ന് വിലയിരുത്തൽ. ഇന്ത്യ അതിവേഗം വളരുന്ന വിപണിയെന്ന് S&P ഗ്ലോബൽ. നേട്ടം ചൈനയെ പിന്തള്ളിയെന്നും വിശദീകരണം. താരിഫിന് ശേഷം രാജ്യങ്ങൾക്ക് മേൽ ഉപരോധ ഭീഷണിയുമായി ട്രംപ്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്ന് ഭീഷണി. US-ൽ നിന്നും LPG ഇറക്കുമതി ചെയ്യുന്ന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ. 1 വർഷത്തെ കരാർ പ്രകാരം 22 ലക്ഷം ടൺ LPG ഇറക്കുമതി ചെയ്യും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 388 പോയിന്റ് ഉയർന്ന് 84,950-ലും നിഫ്റ്റി 103 പോയിന്റ് ഉയർന്ന് 2,65,013-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ സ്വാധീനിച്ചത്? ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു വിപണിയിൽ ഉടനീളം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആ ഒരു 26,000 എന്ന് പറയുന്ന ഒരു ഹഡിൽ മറികടക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഇന്നത്തെ ഒരു ഡേ ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 26,024 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ്. നിലവിലെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 0.40% ഒരു നേട്ടം, അതായത് 103 പോയിന്റുകളുടെ ഒരു വർധനവോടുകൂടി 26,013 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയായിരുന്നു നിഫ്റ്റി ബാങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 59,001 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു കാഴ്ചയും നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണാൻ സാധിച്ചു. നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ 0.76% ഒരു ഇൻക്രീസ്, അതായത് 445 പോയിന്റുകളുടെ വർധനവോടുകൂടി 58,962 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിലും ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ 1% മുകളിലുള്ളൊരു ക്ലോസിംഗ്. സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയ്ക്കും സാധിച്ചിട്ടുണ്ട്. ഓൾ ടൈം ഹൈ ആയിട്ട് 8,549 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഇപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പാദഫലങ്ങളൊക്കെ തന്നെ ഇന്നിപ്പോൾ ഒഫീഷ്യലി അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഖിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത ദശകത്തോടെ സെൻസെക്സ് 3 ലക്ഷം നിലവാരത്തിലേക്ക് എത്തുമെന്ന് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. നിഫ്റ്റിയുടെ ലക്ഷ്യം 88,700 നിലവാരമെന്നും റിപ്പോർട്ട്. ഓഹരി വിപണി നിക്ഷേപകരിൽ ആവേശമുണ്ടാക്കുന്ന പ്രവചനമാണ് ഗോൾഡ്മാൻ സാക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതി ഓഹരി വരുമാനം 13% മുന്നേറ്റമാണ് സെൻസെക്സിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് സംഭവിച്ചാൽ 2036ഓടെ സെൻസെക്സ് 3 ലക്ഷം കടക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കുറഞ്ഞത് 2,87,000 നിലവാരം വരെ എത്താമെന്നും ഗോൾഡ്മാൻ സാക്സ് റിപ്പോർട്ടിൽ പറയുന്നു. നിഫ്റ്റി 88,700 എന്ന ലക്ഷ്യത്തിലും എത്തും. വരുമാനം കൂടാനുള്ള പ്രധാന കാരണം കമ്പനികളുടെ ലാഭവർധനവായിരിക്കും. നിലവിലെ ഉയർന്ന മൂല്യനിർണ്ണയങ്ങൾ കാരണം ഇനി വളർച്ചയുടെ വലിയ പങ്ക് വരുന്നത് ലാഭത്തിൽ നിന്നും ഡിവിഡൻഡുകളിൽ നിന്നുമായിരിക്കും. ഗോൾഡ്മാൻ സാക്സിന്റെ ഏഷ്യ പസഫിക് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ടിമോത്തി മോ പറയുന്നത് മേഖലയിൽ ഏറ്റവും ഉയർന്ന പ്രതിയോഹരി വരുമാന വളർച്ച രേഖപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയായിരിക്കുമെന്നാണ്. ശക്തമായ സാമ്പത്തിക അടിത്തറയും ജനസംഖ്യാപരമായ അനുകൂല ഘടകങ്ങളുമാണ് ഈ കുതിപ്പിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള ഓഹരികൾ അടുത്ത 10 വർഷത്തേക്ക് ശരാശരി 7.1% വാർഷിക വരുമാനം നൽകാനാണ് സാധ്യത. ഇന്ത്യ കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക 10.1%, നോർത്ത് ഏഷ്യ 10% സംഭാവന ചെയ്ത് മേഖലയിൽ മുൻനിരയിലെത്തുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒക്ടോബറിൽ രാജ്യത്തെ വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തിയതായി റിപ്പോർട്ട്. രൂപയുടെ മൂല്യത്തിൽ സമ്മർദ്ദ സാധ്യതയെന്നും വിലയിരുത്തൽ.
സമ്പദ് വ്യവസ്ഥയിൽ ആശങ്കയുണർത്തിക്കൊണ്ട് വ്യാപാര കമ്മി വീണ്ടും കുതിച്ചുയരുന്നുവെന്നാണ് വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. സെപ്റ്റംബറിൽ 32.15 ബില്യൺ ഡോളറായിരുന്ന ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി ഒക്ടോബറിൽ കുത്തനെ ഉയർന്ന് 41.68 ബില്യണായി. സാമ്പത്തിക വിദഗ്ധർ 28.8 ബില്യൺ ഡോളർ പ്രതീക്ഷിച്ചിരുന്നിടത്താണിത്. ഈ അപ്രതീക്ഷിത വർധനവ് വിപണിക്ക് വെല്ലുവിളിയാണ്. ഈ വൻ വർധനവിന് പിന്നിൽ പ്രധാനമായി 2 ഘടകങ്ങളാണ്. ഒന്നാമത്തേത് സ്വർണ്ണ ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 4.92 ബില്യണായിരുന്ന സ്വർണ്ണ ഇറക്കുമതി ഈ വർഷം ഒക്ടോബറിൽ കുതിച്ചുയർന്ന് 14.72 ബില്യണായി. രണ്ടാമത്തെ കാരണം ഇറക്കുമതി വർധനവാണ്. ഒക്ടോബറിൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി 16.63% വർദ്ധിച്ച് 76.06 ബില്യണിലെത്തി. എന്നാൽ കയറ്റുമതിയാകട്ടെ 11.8% കുറഞ്ഞ് 34.38 ബില്യൺ മാത്രമായി. വ്യാപാര കമ്മി വർദ്ധിക്കുന്നതിനൊപ്പം ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും കയറ്റുമതിയെ ബാധിക്കുന്നുണ്ട്. റഷ്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ 50% താരിഫ് ഏർപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. ഇതോടെ ടെക്സ്റ്റൈൽസ്, ചെമ്മീൻ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ ഏഷ്യൻ എതിരാളികളുമായി മത്സരിക്കാൻ കഴിയുന്നില്ല. കയറ്റുമതി മേഖലയ്ക്ക് ആശ്വാസം നൽകാനായി സർക്കാർ $5 ബില്യൺ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാർ വാദം. എങ്കിലും ടെക്സ്റ്റൈൽസ്, ലെതർ, ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിൽദാതാക്കളായ മേഖലകൾ താരിഫ് കാരണം പ്രതിസന്ധിയിലാണ്. വ്യാപാര കമ്മി രൂപയുടെ മൂല്യത്തിൽ സമ്മർദ്ദം ചെലുത്താനും താരിഫ് പ്രശ്നങ്ങൾ കയറ്റുമതി അധിഷ്ഠിത ഓഹരികളെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്നാണ് വിപണിയുടെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ അതിവേഗം വളരുന്ന വിപണിയെന്ന S&P ഗ്ലോബൽ. നേട്ടം ചൈനയെ പിന്തള്ളിയെന്നും വിശദീകരണം. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പുതിയ വെളിച്ചം വീശുന്ന റിപ്പോർട്ടാണ് S&P ഗ്ലോബൽ റേറ്റിംഗ്സിന്റെ ചീഫ് എക്കണോമിസ്റ്റ് പോൾ ഗ്രുവൻവാർഡ് പുറത്തുവിട്ടത്. ആഗോള അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴുമുണ്ടെങ്കിലും മുൻപ് ഭയന്നത്ര പ്രതിസന്ധിയില്ല. ഈ മാറ്റത്തിനിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ ശക്തമാണ്. US വിപണിയെ കുറഞ്ഞ അളവിൽ മാത്രം ആശ്രയിക്കുന്ന താരതമ്യേന ക്ലോസ്ഡ് എക്കണോമിയാണ് ഇന്ത്യയുടേത്. ആഗോള സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്ന് ഇത് രാജ്യത്തെ സംരക്ഷിക്കുന്നു. അതിനാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്ഥിരതയാർജിക്കും. ചുരുക്കത്തിൽ, വൻകിട മൂലധന നിക്ഷേപം നടത്തി വളർന്ന ചൈനയുടെ മോഡൽ ഇന്ത്യക്ക് ആവശ്യമില്ല. വലിയ ജനസംഖ്യ, സർക്കാരിന്റെ നയപരിഷ്കാരങ്ങൾ, വലിയ നിക്ഷേപ ആവശ്യകതകൾ എന്നിവ സുസ്ഥിര വളർച്ചയ്ക്കുള്ള അടിത്തറ നൽകുന്നു. വാർഷികാടിസ്ഥാനത്തിൽ 6 മുതൽ 7% വരെ സ്ഥിരമായ വളർച്ച ഇന്ത്യക്ക് കൈവരിക്കാനായാൽ മതി. ഈ സ്ഥിരത ഇന്ത്യയെ ആഗോള സാമ്പത്തിക ശക്തിയായി ഉയർത്തും. ഈ മുന്നേറ്റം ഇന്ത്യൻ കമ്പനികളുടെ വരുമാനം ദീർഘകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിംഗ്, ഡിസ്ക്രിഷണറി കൺസപ്ഷൻ മേഖലകൾക്ക് ഇത് ഗുണകരമാണ്. എങ്കിലും US-ൽ നിന്നുള്ള നയപരമായ അനിശ്ചിതത്വം ഇപ്പോഴും ഒരു ഭീഷണിയാണ്. ഇത് ഓഹരി വിപണിയിൽ ഹ്രസ്വകാല ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമായേക്കാം. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വളർച്ചയുടെ പാറ്റേൺ മാറിയെന്ന വിലയിരുത്തൽ വിദേശ നിക്ഷേപകരുടെ ഇന്ത്യൻ വിപണിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കൂടുതൽ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും ചെയ്യാം. ആഗോള വ്യാപാര യുദ്ധങ്ങളുടെ ആഘാതം കുറവായതിനാൽ ആഭ്യന്തര ഉപഭോഗത്തെ ആശ്രയിക്കുന്ന സെക്ടറുകളായ FMCG, ഓട്ടോമൊബൈൽസ് എന്നിവ സ്ഥിരതയോടെ മുന്നോട്ടു പോയേക്കാമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. താരിഫിന് ശേഷം രാജ്യങ്ങൾക്ക് മേൽ ഉപരോധ ഭീഷണിയുമായി ട്രംപ്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്ന് ഭീഷണി. ആഗോള വാണിജ്യ വിപണികളിൽ ആശങ്ക പടർത്തുന്ന നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധ നിയമനിർമ്മാണം നടത്തുകയെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. താനാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും നിയമം വന്നാൽ റഷ്യയുമായി ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇറാനെയും ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം കടുത്ത ഉപരോധങ്ങൾ നിലവിൽ വന്നാൽ റഷ്യയുമായും ഇറാനുമായും വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഇത് സാരമായി ബാധിക്കും. ഇത് ആഗോള എണ്ണവിലയിലും മറ്റ് ചരക്കുകളുടെ വിപണിയിലും വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് വഴിയൊരുക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് പുതിയ വെല്ലുവിളിയാകും. വരാനിരിക്കുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഓഹരി വിപണി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. US-ൽ നിന്നും LPG ഇറക്കുമതി ചെയ്യുന്ന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ. 1 വർഷത്തെ കരാർ പ്രകാരം 22 ലക്ഷം ടൺ LPG ഇറക്കുമതി ചെയ്യും. ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ദ്രവീകൃത പെട്രോളിയം വാതകം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള 1 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചു.
IOC, BPCL, HPCL എന്നിവ US-ൽ നിന്ന് ഏകദേശം 22 ലക്ഷം ടൺ LPG ഇറക്കുമതിക്കായി ഒരു വർഷത്തെ കരാറിലെത്തി. ഇത് ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതിയുടെ 10% വരും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് ഇത്തരമൊരു കരാറിൽ ഒപ്പുവെച്ചതെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. US-ന്റെ ഗൾഫ് കോസ്റ്റ് വഴിയാകും ഇറക്കുമതി. ഇന്ത്യൻ എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തിയതായാണ് വിവരം. ഇന്ത്യൻ വിപണിയിലേക്കുള്ള US LPGയുടെ ആദ്യത്തെ കരാറാണിതെന്നും സുപ്രധാന മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നീക്കം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഈ വർഷത്തെ താരിഫ് വർധന മൂലമുണ്ടായ കയറ്റുമതി സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള നടപടികളായിട്ടാണ് ഇവയെ കാണുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ LPG ഉപഭോക്താവാണ് ഇന്ത്യ. ഇതിൽ 50%-ലധികവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. പശ്ചിമേഷ്യൻ വിപണികളിൽ നിന്നാണ് ഭൂരിഭാഗം ഇറക്കുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കൂടിയത്. പവന് 91,960 രൂപയിലും ഗ്രാമിന് 11,495 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. രാവിലെ പവന് 80 രൂപ കുറഞ്ഞിരുന്നു. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 35 രൂപ ഉയർന്ന് 9,455 രൂപയിലായിരുന്നു വ്യാപാരം. അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തുടർന്നു. ഗ്രാമിന് 170 രൂപയിലായിരുന്നു വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. അടുത്ത ദശകത്തോടെ സെൻസെക്സ് 3 ലക്ഷം നിലവാരത്തിലേക്ക് എത്തുമെന്ന് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. നിഫ്റ്റിയുടെ ലക്ഷ്യം 88,700 നിലവാരമെന്നും റിപ്പോർട്ട്. ഒക്ടോബറിൽ രാജ്യത്തെ വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തിയതായി റിപ്പോർട്ട്. രൂപയുടെ മൂല്യത്തിൽ സമ്മർദ്ദ സാധ്യതയെന്ന് വിലയിരുത്തൽ. ഇന്ത്യ അതിവേഗം വളരുന്ന വിപണിയെന്ന് S&P ഗ്ലോബൽ. നേട്ടം ചൈനയെ പിന്തള്ളിയെന്നും വിശദീകരണം. താരിഫിനു ശേഷം രാജ്യങ്ങൾക്ക് മേൽ ഉപരോധ ഭീഷണിയുമായി ട്രംപ്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്നും ഭീഷണി. US-ൽ നിന്നും LPG ഇറക്കുമതി ചെയ്യുന്ന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ. ഒരു വർഷത്തെ കരാർ പ്രകാരം 22 ലക്ഷം ടൺ LPG ഇറക്കുമതി ചെയ്യും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.